ശാസ്ത്ര കൗതുകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മരിച്ച് 90 വർഷം പിന്നിട്ടിട്ടും റേഡിയേഷൻ പുറത്തുവിടുന്ന മേരി ക്യൂറിയുടെ കല്ലറയെക്കുറിച്ചാണ്. ശാസ്ത്രത്തിനു വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ഇതിഹാസ വനിതയാണ് മേരി ക്യൂറി. എന്നാൽ ശാസ്ത്രലോകത്തെ ആ വിസ്മയത്തിൻ്റെ അന്ത്യവിശ്രമത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ ഏറെ കൗതുകകരവും അല്പം ഭയപ്പെടുത്തുന്നതുമാണ്. പാരീസിലെ പ്രശസ്തമായ പാന്തിയോണിലാണ് ഭർത്താവ് പിയറി ക്യൂറിക്കൊപ്പം അവരെ അടക്കം ചെയ്തിരിക്കുന്നത്. ഫ്രാൻസിൻ്റെ ചരിത്രത്തിൽ സ്വന്തം നേട്ടങ്ങളുടെ പേരിൽ പാന്തിയോണിൽ ഇടം പിടിച്ച ആദ്യ വനിത കൂടിയാണ് അവർ. എന്നാൽ അവിടെയുള്ള മറ്റ് സാധാരണ കല്ലറകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയാണ് മേരി ക്യൂറിയുടെ ഭൗതിക ശരീരം അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അവരുടെ കല്ലറ വെറുമൊരു ശവകുടീരമല്ല, മറിച്ച് മാരകമായ റേഡിയോ ആക്റ്റീവ് വികിരണങ്ങളിൽ നിന്നും പുറം ലോകത്തിന് സംരക്ഷണം നൽകുന്ന ഒരു കവചം കൂടിയാണ്. ദീർഘകാലം റേഡിയം, പൊളോണിയം തുടങ്ങിയ അപകടകരമായ മൂലകങ്ങളുമായി യാതൊരു സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ നേരിട്ട് ഇടപഴകിയതിനാൽ അവരുടെ ശരീരം മരണശേഷവും ഉയർന്ന അളവിൽ റേഡിയോ ആക്റ്റീവാണ്. ഈ വികിരണങ്ങൾ പുറത്തേക്ക് വരാതിരിക്കാൻ 1 ഇഞ്ചോളം കനത്തിൽ ലെഡ് കൊണ്ട് ആവരണം ചെയ്ത പ്രത്യേക ശവപ്പെട്ടിക്കുള്ളിലാണ് അവരെ അടക്കം ചെയ്തിരിക്കുന്നത്. റേഡിയത്തിൻ്റെ അർദ്ധായുസ് ഏകദേശം 1600 വർഷമാണെന്നിരിക്കെ ഇനിയും നൂറ്റാണ്ടുകളോളം ആ കല്ലറ മനുഷ്യർക്ക് അടുത്തു പോകാൻ കഴിയാത്ത വിധം റേഡിയോ ആക്റ്റീവായി തന്നെ തുടരും. ക്യൂറി ദമ്പതികളുടെ ഭൗതികാവശിഷ്ടങ്ങളിൽ മാത്രമല്ല ഈ വികിരണങ്ങളുടെ സാന്നിധ്യമുള്ളത്. അവർ ഗവേഷണങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ഡയറിക്കുറിപ്പിലും ലാബ് ഉപകരണങ്ങളിലും ഫർണിച്ചറുകളിലും വരെ ഇന്നും വികിരണമുക്തമല്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. പാരീസിലെ നാഷണൽ ലൈബ്രറിയിൽ ഈയം കൊണ്ടുള്ള പ്രത്യേകം പെട്ടികളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇവ പരിശോധിക്കണമെങ്കിൽ സുരക്ഷാ വസ്ത്രങ്ങൾ ധരിക്കുകയും സ്വന്തം ഉത്തരവാദിത്തത്തിൽ ആണെന്ന് സത്യവാങ്മൂലം നൽകുകയും വേണം. അമിതമായ റേഡിയേഷൻ മൂലമുണ്ടാകുന്ന അപ്ലാസ്റ്റിക് അനീമിയ എന്ന രോഗമാണ് ഒടുവിൽ അവരുടെ ജീവനെടുത്തത്. 2 നൊബേൽ സമ്മാനങ്ങൾ നേടിയ ഒരേയൊരു വനിതയാണ് മേരി ക്യൂറി.